ഹായ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ പന്നിക്കറിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അധികം തൊലിയും നെയ്യും ഒന്നും ഇല്ലാത്ത പന്നിയാണ്. അപ്പോൾ അത് നമ്മൾ നുറുക്കി കഴുകി വൃത്തിയാക്കി കുക്കറിലാണ് കേട്ടോ വേവിക്കാൻ വെക്കുന്നത്. അപ്പോൾ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് മസാലപ്പൊടികളും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, മീറ്റ് മസാല എല്ലാം അളവ് കുറച്ചാണ് കേട്ടോ ചേർത്തേക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. മിക്സ് ചെയ്ത് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കണേ. വെള്ളം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കുക്കറിൽ വേവിക്കാനായിട്ട് വെക്കണം കേട്ടോ. അപ്പം നമ്മൾ ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിലടിച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കണം കേട്ടോ. അങ്ങനെ ഒരു 3-4 വിസിൽ വരെ നമ്മൾ വേവിച്ചെടുക്കണേ. അങ്ങനെ നമ്മൾ അതിലേക്ക് വേണ്ട മസാലകളൊക്കെ റെഡിയാക്കി എടുക്കാം കേട്ടോ. അതിന് സവാള, ചുമന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഇതാണ് കേട്ടോ കറിവേപ്പില, ഇത്രയാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പം ചട്ടിയിലേക്ക് എണ്ണയൊഴിച്ച് കടുക് പൊട്ടിച്ച് അതിലേക്ക് ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയാണ് കേട്ടോ ഇടുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോഴത്തേക്കും അതിലേക്ക് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. പച്ചമുളകൊക്കെ നമുക്ക് എരിവിന് ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ മുളക് പൊടിയും ചേർക്കുന്നുണ്ടല്ലോ, അപ്പം എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്താൽ മതി കേട്ടോ. എന്നിട്ട് അത് പച്ചമുളകും എല്ലാം ഒന്ന് വാടി വരുമ്പോഴത്തേക്കും അതിലേക്ക് ചെറിയ ഉള്ളിയും സവാളയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അതൊന്ന് വഴറ്റി കൊടുക്കണേ. ഒന്ന് സവാളയുടെയൊക്കെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. അതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേനും നമുക്കതിലേക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. കറിവേപ്പിലയും ചേർത്ത് നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കണേ. സവാളയൊന്ന് നല്ലപോലെ ഒന്ന് വാടി വരണം കേട്ടോ. ചെറിയൊരു ബ്രൗൺ കളർ ആവുന്ന വരെ ഞാൻ വാട്ടിയെടുക്കാറുണ്ട്. അപ്പോൾ ഏകദേശം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മീറ്റ് മസാല, ഗരം മസാല, കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഒക്കെ ചേർത്ത് നല്ലപോലെ എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. മസാലയൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ വെന്ത് വന്നിരിക്കുന്ന പോർക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ മസാലയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് വെന്ത് വന്നിരിക്കുന്ന കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് ആദ്യം നമ്മൾ ചാറ് ചേർക്കത്തില്ല, കഷ്ണങ്ങൾ മാത്രം ചേർത്ത് മസാലയൊക്കെ ഒന്ന് യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. മസാലയൊക്കെ ഒന്ന് യോജിപ്പിച്ച് 1 മിനിറ്റ് നമ്മളതൊന്ന് അടച്ച് വെച്ചൊന്ന് നല്ലപോലെ അതിലേക്ക് കഷ്ണത്തിലേക്ക് മസാലയൊക്കെ പിടിക്കുന്ന രീതിയിലൊന്ന് ചേർത്ത് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചിട്ടുണ്ട്. അത് കഴിയുമ്പോൾ നമ്മളതിലേക്ക് കുക്കറിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. വെള്ളം ഒഴിച്ച് കൊടുത്ത് ചാറാക്കി എടുക്കുകയാണ്. അപ്പോൾ ചാറ് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ടുള്ള പോർക്ക് റെഡി ആയിട്ടുണ്ട്.